പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൊടുത്തുവിട്ടിരിക്കുന്ന വ്യാപാര യുദ്ധം കനക്കുകയാണ്. അമേരിക്കയിലേക്കുള്ള ചൈനീസ് ഇറക്കുമതിക്ക് തീരുവ 245% ഉയർത്തിയിരിക്കുകയാണ് വൈറ്റ് ഹൌസ് അഥവാ ചൈന. ചൊവ്വാഴ്ചയാണ് പ്രസ്താവനയിലൂടെ ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ യുഎസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ചൈനയുടെ പ്രതികാര നടപടിക്കുള്ള മറുപടിയായാണ് യുഎസ് തീരുവ 245% വർദ്ധിപ്പിച്ച് ഇരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് യുഎസ് നേരത്തെ 145% വരെ തീരുവ ഉയർത്തിയിരുന്നു. ഇതിന് മറുപടിയായാണ് കൂടുതൽ ബോയിംഗ് വിമാനങ്ങൾ വാങ്ങുന്നത് നിർത്താൻ ചൈന വിമാന കമ്പനി ആവശ്യപ്പെട്ടത്. ഇതോടെയാണ് ചൈനയും യുഎസും തമ്മിലുള്ള സംഘർഷത്തിന് ശക്തി പ്രാപിക്കുന്നത്. പരസ്പരം വാശി തീർക്കുന്ന വിധത്തിലാണ് യുഎസും ചൈനയും വ്യാപാര കാര്യങ്ങളിൽ ഇപ്പോൾ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തം. ഇത് മറ്റു രാജ്യങ്ങളെയും സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യമാണ് ഏറ്റവും വലിയ ആശങ്ക ചെലുത്തുന്നത്. പുതിയ വ്യാപാര കരാറുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ 75ലധികം രാജ്യങ്ങൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ടെന്ന് വൈറ്റ് ഹൌസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തൽഫലമായി ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയിരിക്കുന്ന ഉയർന്ന തീരുവ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് എന്നായിരുന്നു ട്രംപ് ഭരണകൂടം പറഞ്ഞത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ചൈന ഇന്ത്യക്കാർക്ക് കൂടുതൽ വിസ അനുവദിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത്. ജനുവരി 1 മുതൽ ഏപ്രിൽ 9 വരെ ഇന്ത്യക്കാർക്ക് 85,000-ലേറെ വിസയാണ് അനുവദിച്ചതെന്ന് ചൈനീസ് അംബാസിഡറായിട്ടുള്ള ഷു ഫെയ്ഹോങ് വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ ഇന്ത്യൻ സഞ്ചാരികളെ ചൈനയിലേക്ക് എത്തിക്കാനാണ് ഈ വിസ ചട്ടങ്ങളിൽ ചൈനീസ് സർക്കാർ ഇളവ് ഏർപ്പെടുത്തിയതെന്നാണ് അറിയിച്ചത്. ചൈന സന്ദർശിക്കാൻ താൽപര്യമുള്ളവർക്ക് വിസ ലഭിക്കാൻ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ നേരിട്ട് വിസ സെന്ററുകളിലേക്ക് അപേക്ഷ നൽകാമെന്ന് അറിയിച്ചു. കുറഞ്ഞ കാലയളവിലേക്ക് ചൈനയിലേക്ക് പോകാൻ ബയോമെട്രിക് ഡാറ്റ നൽകണമെന്നത് നിർബന്ധമില്ലെന്നും ഇത് പ്രോസസിംഗ് സമയം കുറയ്ക്കുമെന്നാണ് അറിയിക്കുന്നത്. ഫീസിലും വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. വിസ ഫീസ് കുറച്ചിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ കോവിഡ് മഹാമാരിയെ തുടർന്ന് ചൈനയിലേക്കുള്ള യാത്ര ഗണ്യമായി കുറഞ്ഞിരുന്നു. മെഡിക്കൽ കോഴ്സുകളിൽ ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചൈനീസ് സർവകലാശാല എൻറോൾ ചെയ്തു വരികയാണ്. വൻ തീരുവ ചുമത്തിയ യുഎസിനെതിരെ നിലപാട് കടുപ്പിക്കുന്നതിനിടെയായിരുന്നു ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു നടപടിയുമായിട്ട് ചൈന രംഗത്തെത്തിയത്. രാജ്യത്തെ വിമാന കമ്പനികൾ അമേരിക്കൻ കമ്പനിയായ ബോയിംഗ് നിർമ്മിക്കുന്ന വിമാനങ്ങൾ വാങ്ങരുതെന്ന് ചൈന സർക്കാർ ഉത്തരവിട്ടതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. വിമാനങ്ങൾക്ക് പുറമെ വിമാന ഭാഗങ്ങൾ, ഘടകങ്ങൾ എന്നിവയ്ക്കും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 2025-27 കാലയളവിൽ ചൈനയിലെ എയർ ചൈന, ചൈന ഇൻസ്റ്റോൾ എയർലൈൻസ്, ചൈന സദേൺ എയർലൈൻസ് എന്നിവ 179 ബോയിംഗ് വിമാനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരോധനത്തെ തുടർന്നാണ് ചൈനീസ് കമ്പനികൾ യൂറോപ്യൻ കമ്പനിയായ എയർബസ്, ചൈനീസ് നിർമ്മാതാക്കളായ കോമക് എന്നിവയെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ചൈനയുടെ പിന്മാറ്റം അമേരിക്കൻ ഓഹരി വിപണിയിൽ ബോയിംഗ് കനത്ത നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. ഓഹരി മൂല്യം 3% ഇടിഞ്ഞിരിക്കുകയാണ്. ഇതിനിടെയാണ് ചൈനയിൽ നിന്നുള്ള കമ്പ്യൂട്ടർ ചിപ്പുകൾ, ചിപ്പ് നിർമ്മാണ ഉപകരണങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ എന്നിവയ്ക്ക് പുതിയ തീരുവ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി അമേരിക്ക അന്വേഷണം ആരംഭിച്ചത്. 3 ആഴ്ചയ്ക്കകം പൊതുജനം പ്രതികരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫെഡറൽ രജിസ്റ്ററിൽ യുഎസ് വ്യാപാര വകുപ്പ് നോട്ടീസ് പതിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ യുഎസ് എടുക്കുമ്പോൾ ഇതിന് പ്രതികാരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചൈനയുടെയും ഓരോ നടപടി. അതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഇപ്പോൾ ചൈനയുടെ പുതിയ തീരുമാനം എത്തിയിരിക്കുന്നത്. അതായത് അമേരിക്കയിലേക്കുള്ള ചൈനീസ് ഇറക്കുമതിക്ക് 245% തീരുവ ഉയർത്തിയിരിക്കുകയാണ് ചൈന എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം.